ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ സായന്തനത്തിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളുമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിൾ യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം അതിന് 31-ാം വാക്യം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രിയ സഹോദരങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും ചില വിഷയങ്ങളാൽ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ നീ? നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നാൽ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, നീ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചാൽ, ശരണം വെച്ചാൽ അവൻ നിന്നെ ഉയർത്തും. നീ കഴുകനെ പോലെ നീ ചിറകടിച്ചുയരും. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ട്, വിജയവുമുണ്ട്. എന്നാൽ നീ തകർന്നിരിക്കുന്ന, ഹൃദയം നുറുങ്ങിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു. കാരണം ഈ ഭൂമിയിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം സത്യമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയും, നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിന്നെ ഉയർത്തും. സ്വന്തം ശാരീരിക ശക്തിയിലോ മനുഷ്യരിലോ അല്ല നാം ആശ്രയിക്കുന്നത്, ദൈവിക ശക്തിയിലാണ്. ദൈവത്തിൻ്റെ ഈ വചനം നിങ്ങൾ ആവർത്തിച്ചു പ്രാർത്ഥിക്കുക. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അതേ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ യേശു ക്രിസ്തു എന്നെയും നിന്നെയെല്ലാം ഉയർത്തും. കാരണം അവൻ അസാധ്യമായി ഒന്നുമില്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കുക. യേശു ക്രിസ്തു നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. കഴുകന്മാരെ പോലെ നീ ചിറകടിച്ചുയരും. നിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ നിന്നെ വിട്ടുപോകും, തകർച്ചകൾ നിന്നെ വിട്ടുപോകും. കാരണം ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്, നീ ചിറകടിച്ചുയരുമെന്ന്. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. എൻ്റെ ആശ്രയം, എൻ്റെ സങ്കേതം എൻ്റെ യേശു ആണെന്ന് നീ അതരം കൊണ്ട് പറയൂ, യേശുവെ എന്നെ സഹായിക്കണമേ എന്ന്. തീർച്ചയായും യേശു ക്രിസ്തു നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഉയർത്തും. നീയൊരു അനുഗ്രഹമായി തീരും. ആമേൻ.